ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിലെ വിസ്മരിക്കപ്പെടാത്ത ധീര രക്തസാക്ഷിയാണ് പശ്ചിമ ബംഗാളിൽ നിന്നുള്ള മാതംഗിനി ഹസ്ര. ഗാന്ധിയൻ ആശയങ്ങളിൽ അടിയുറച്ച് വിശ്വസിച്ചിരുന്നതിനാലും പ്രായമായ കാലത്തെ അവരുടെ സജീവമായ ഇടപെടലുകൾ കാരണവും ഗാന്ധി ബുഡി, വൃദ്ധയായ ഗാന്ധി എന്നാണ് അവർ ജനങ്ങൾക്കിടയിൽ അറിയപ്പെട്ടിരുന്നത്. 1870-ൽ മിഡ്നാപൂരിലെ ഒരു ദരിദ്ര കർഷക കുടുംബത്തിൽ ജനിച്ച മാതംഗിനി വളരെ നേരത്തെ തന്നെ വിവാഹിതയായെങ്കിലും സാമൂഹിക പ്രവർത്തനങ്ങളിൽ സജീവമായിരുന്നു. 1930കളിൽ ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ നടന്ന സിവിൽ നിയമലംഘന പ്രസ്ഥാനത്തിലും ഉപ്പു സത്യാഗ്രഹത്തിലും പങ്കെടുത്തുകൊണ്ടാണ് അവർ സമരരംഗത്തേക്ക് വരുന്നത്. നിസ്സഹകരണ പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായി അറസ്റ്റ് വരിക്കുകയും ജയിൽവാസം അനുഭവിക്കുകയും ചെയ്തിട്ടും അവരുടെ ആവേശം ഒട്ടും ചോർന്നുപോയില്ല. മാതംഗിനിയുടെ പോരാട്ട വീര്യം ലോകമറിഞ്ഞത് 1942ലെ ക്വിറ്റ് ഇന്ത്യ സമരകാലത്താണ്. പശ്ചിമ ബംഗാളിലെ താലൂക്ക് പോലീസ് സ്റ്റേഷൻ ഉപരോധിക്കാനെത്തിയ ആയിരക്കണക്കിന് സമരക്കാരെ നയിച്ചത് 73 വയസ്സുകാരിയായ ഈ വയോധികയായിരുന്നു. മുന്നറിയിപ്പില്ലാതെ ബ്രിട്ടീഷ് പോലീസ് നടത്തിയ വെടിവെപ്പിൽ അവർക്ക് മാരകമായി പരിക്കേറ്റു. നെറ്റിയിലും 2 കൈകളിലും വെടിയുണ്ടകൾ തറച്ചിട്ടും ചോര വാർന്നൊഴുകുന്ന അവസ്ഥയിലും കയ്യിലുണ്ടായിരുന്ന ത്രിവർണ പതാക നിലത്തു വീഴാതെ അവർ മുറുകെ പിടിച്ചു. വന്ദേ മാതരം എന്ന് ഉറക്കെ വിളിച്ചുകൊണ്ട് താൻ സ്വപ്നം കണ്ട സ്വതന്ത്ര ഭാരതത്തിനായി ആ ധീരവനിത രക്തസാക്ഷിത്വം വഹിച്ചു. രാജ്യത്തിനു വേണ്ടി ജീവൻ ബലിയർപ്പിച്ച മാതംഗിനി ഹസ്രയുടെ ഓർമ്മയ്ക്കായി സ്വതന്ത്ര ഇന്ത്യയിൽ കൊൽക്കത്തയിൽ അവരുടെ പ്രതിമ സ്ഥാപിക്കപ്പെടുകയും തപാൽ സ്റ്റാമ്പ് പുറത്തിറങ്ങുകയും ചെയ്തു. അടുത്ത വീഡിയോയിൽ ഇതുപോലെ മറ്റൊരു സ്വാതന്ത്ര്യ സമര സേനാനിയുമായി വീണ്ടും കാണാം.